ആ ശുഭാനന്ദ ഗുരുദേവന് അതിനും വർഷങ്ങൾക്ക് മുമ്പ് ചട്ടമ്പിസ്വാമി തിരുവടികളെ കാണാനുള്ള ഇച്ഛ വരികയാണ്. അന്വേഷിച്ചു. വലിയൊരു നായർ പ്രമാണിയുടെ ഗൃഹത്തിലാണ് ചട്ടമ്പിസ്വാമികളുള്ളത്. തൻ്റെ 2 ശിഷ്യന്മാരോടുകൂടെ ശുഭാനന്ദ ഗുരുദേവൻ അങ്ങോട്ട് പോവുകയാണ്. ഉച്ച സമയം, ഊണ് കാലമായിരിക്കുന്നു. വീട്ടിലുള്ളവർ സ്വാമികൾക്ക് ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ശുഭാനന്ദ ഗുരുദേവൻ്റെ വരവ്. അന്ന് ശുഭാനന്ദ ഗുരുദേവനെ പറയസ്വാമി എന്നും പറയനെന്നും കള്ളപ്പറയനെന്നും വിളിച്ചിരുന്ന കാലമാണ്, ഓർമ്മിക്കണം. ചട്ടമ്പിസ്വാമികൾ പൂമുഖത്ത് നിന്ന് താഴത്തേക്ക് ഇറങ്ങി മുറ്റത്തേക്ക് ചെന്നു. നടയിൽ നിന്ന് മുറ്റത്തേക്ക് എത്തുന്ന സ്ഥലത്താണ് അവർ 2 പേരും തമ്മിൽ ആലിംഗനബദ്ധരാകുന്നത്. ആലിംഗനബദ്ധരായി ദൃഢനേരം നിന്നു. ആനന്ദാശ്രുക്കൾ 2 പേരുടെ കണ്ണിൽ നിന്നും പ്രവഹിച്ചു. അനന്തരം അവർ ഒരാസനത്തിൽ ഒന്നിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കണത്.